ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോംബസ്. നമുക്ക് മത്സര പരീക്ഷകളിൽ അത്യാവശ്യം മാർക്ക് വരുന്നൊരു പോർഷനാണ് ഈ മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി അഥവാ മധ്യകാല ഇന്ത്യ ചരിത്രം എന്ന് പറയും അല്ലേ. ഇതിനകത്തുനിന്ന് പലപ്പോഴും എന്നാൽ ക്വസ്റ്റ്യൻസുകളൊക്കെ ഭയങ്കര കൺഫ്യൂസിങ് ആവും. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചില പേരുകളാണ്. കുത്തുബുദ്ദീൻ ഐബക്ക്, ഗിയാസുദ്ദീൻ ബാൽബൻ എന്നൊക്കെ പറയുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചില പേരുകളാണ് ഇതിനകത്ത് വലിയ ബുദ്ധിമുട്ടായിട്ട് കുട്ടികളൊക്കെ നമ്മളോട് പറയാറുള്ളത്, നമ്മളോട് ഇൻട്രാക്ട് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മധ്യകാല ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോർഷനുകളാണ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായി പഠിക്കേണ്ടത് എന്നതാണ് നമ്മളതിനകത്ത് ഉൾപ്പെടുത്തുന്നത്. നോക്കിയാലോ നമുക്ക്. ഇതിനകത്ത് ഡൽഹി സുൽത്താനേറ്റാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം. ഈ ഡൽഹി സുൽത്താനേറ്റിന് തൊട്ട് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയേണ്ടിയിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡൽഹി സുൽത്താനേറ്റിന് മുമ്പ്, ഡൽഹി സുൽത്താനേറ്റ് 1206 മുതൽ 1526 വരെയാണ്. അപ്പോൾ ഏതാണ്ടൊരു AD 712 മുതൽ ഇന്ത്യയിലേക്ക് പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നിട്ടുള്ള ഫൈറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് അറബികൾ വന്നിട്ടുണ്ട്, പിന്നെ തുർക്കികൾ വന്നിട്ടുണ്ട്. ഇങ്ങനത്തുള്ള കുറച്ച് വംശജരുടെ അക്രമവും അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പോയിന്റുകളുമാണ് നമുക്കിതിനകത്ത് ആദ്യ ഘട്ടങ്ങളിൽ പഠിക്കേണ്ടത്. അതിനകത്ത് വളരെ വളരെ സിമ്പിളായി നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒരു 3 പേരുകൾ. ഒന്ന് മുഹമ്മദ് ഇബ്നു ഖാസിമാണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഒരു അറ്റാക്കുമായി വന്ന അറബി. ഓക്കെ, അദ്ദേഹം ഇവിടെ വന്നു, അദ്ദേഹത്തിൻ്റെ ഒരു അറ്റാക്കൊക്കെ എന്ത് കഴിഞ്ഞു, ദാഹിർ എന്ന് പറയുന്ന ഒരു രാജാവിനെയൊക്കെ കൊന്നു. ഒരു ഭരണകൂടമൊന്നും സ്ഥാപിച്ചിട്ടില്ല. മുഹമ്മദ് ഇബ്നു ഖാസിം എന്ത് ചെയ്തു, മടങ്ങിപ്പോയി. പിന്നീട് അദ്ദേഹത്തിൻ്റെ അവസാനം വലിയ ബുദ്ധിമുട്ടിലായിരുന്നു. രണ്ടാമത് വന്ന ഒരു പ്രധാനപ്പെട്ട വംശജമാണ് ഈ പറയുന്ന തുർക്കികൾ എന്ന് പറയുന്ന വിഭാഗം. അപ്പോൾ തുർക്കിയുമായി വന്നത് ഒന്ന് മഹ്മൂദ് ഗസ്നിയാണ് വന്നത്, പിന്നെ ഗോറിയാണ് വന്നത്. ഓക്കെ, മഹ്മൂദ് ഗസ്നിയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ സോമനാഥ ടെമ്പിളിൻ്റെ 1025 വർഷം 1000 മുതൽ ഗസ്നി എന്ത് ചെയ്തു, ഇന്ത്യ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നു. ജയപാലൻ എന്ന് പറയുന്ന ഒരു രാജാവുമായൊരു യുദ്ധം ഉണ്ടാകുന്നുണ്ട്. ജയപാലൻ അവസാന യുദ്ധത്തിൽ ഗസ്നി ജയിക്കുന്നു. ജയപാലനെ കൊന്നതൊന്നുമില്ല, പക്ഷെ ജയപാലൻ പിന്നീട് എന്ത് ചെയ്യുന്നു, തീര് ചാടിയിട്ട് അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഗസ്നിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പോയിന്റുകൾ. പിന്നെ ഗോറി വരികയാണ്, അടുത്ത ഒരു ഭരണകൂടവുമായി ഗോറി വരികയാണ്. ഭരണകൂടമൊന്നും സ്ഥാപിച്ചിട്ടില്ലെങ്കിലും ഗോറിയും തുർക്കിയാണ്. തുർക്കിയിൽ നിന്ന് ഗോറി ഇവിടെ വന്നു, നിരന്തരമായ അറ്റാക്ക് ഉണ്ടാകുകയാണ്. ഏട്ടാ ഗോറി പല ഘട്ടങ്ങളിലായിട്ട് അറ്റാക്ക് ചെയ്യുന്നു. 1175 മുതൽ അറ്റാക്ക് ചെയ്യുന്നു. അവസാനം ഒരു 1191 ഒരു ഡയറക്റ്റ് ഫൈറ്റിനകത്തേക്ക് വരുന്നു. കുറേ സ്ഥലങ്ങളൊക്കെ കീഴടക്കി. പക്ഷേ ഈ പറയുന്ന അജ്മീറും ഡൽഹിയും ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ 1191 തറൈൻ യുദ്ധം, ഒന്നാം തറൈൻ യുദ്ധത്തിനകത്ത് പൃഥ്വിരാജ് ചൗഹാനുമായിട്ട് ഏറ്റുമുട്ടി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഗോറി തോറ്റുപോയി യുദ്ധത്തിൽ. യുദ്ധത്തിൽ ജയിക്കുന്നത് പൃഥ്വിരാജ് ചൗഹാനാണ്. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഗോറിയുടെ വീറും വാശിയും കാണിക്കാൻ വേണ്ടി വീണ്ടും ഗോറി എന്ത് ചെയ്തു, യുദ്ധവുമായി വരുന്നു. യുദ്ധത്തിൽ രണ്ടാമതും ഗോറി എന്ത് ചെയ്തു, യുദ്ധം നടത്തുന്നു. പക്ഷേ രണ്ടാമത്തെ യുദ്ധത്തിൽ, രണ്ടാം തറൈൻ യുദ്ധം 1192 അതിൽ പക്ഷേ ഗോറി ജയിച്ചു, പൃഥ്വിരാജ് ചൗഹാൻ തോറ്റുപോയി. പിന്നെ 1100 അങ്ങനെ പൃഥ്വിരാജ് ചൗഹാനെ കൊല്ലുന്നു, അജ്മീർ കീഴടക്കുന്നു. 1194 ചാന്തവാറിൽ വെച്ചിട്ടൊരു യുദ്ധം നടക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള യുദ്ധങ്ങൾ നടക്കുന്നു. അപ്പം ഗോറി പിന്നീട് മരണപ്പെടുന്നു. ഗോറിയുടെ മരണശേഷം ഗോറിയുടെ അടിമയായിരുന്ന കുത്തുബുദ്ദീൻ ഐബക്ക് സ്ഥാപിച്ച ഒരു രാജവംശമാണ് സ്ലേവ് ഡൈനാസ്റ്റി. ഓക്കെ, അപ്പോൾ 5 ഡൈനാസ്റ്റികളാണ് ഡൽഹി സുൽത്താനേറ്റിൽ പ്രധാനമായിട്ടുള്ളത്. ഡൽഹി സുൽത്താനേറ്റിലുള്ള 5 രാജവംശങ്ങളാണ്. ഒന്ന് ഏതാണ്, സ്ലേവ് ഡൈനാസ്റ്റി. ഒന്നാമത്തെ ഡൈനാസ്റ്റിയാണ് എന്ത് പറയുന്നത്, സ്ലേവ് ഡൈനാസ്റ്റി അഥവാ അടിമ രാജവംശം, അല്ലെങ്കിൽ മറ്റൊരു പേരിൽ അറിയപ്പെടാറുണ്ട് മംലൂക്ക് രാജവംശം എന്നറിയപ്പെടാറുണ്ട്. അതാണ് അടിമ രാജവംശം അല്ലെങ്കിൽ മംലൂക്ക് രാജവംശം. 1206 മുതൽ 1290 വരെയുള്ള വർഷങ്ങളാണ് എന്ത് ചെയ്യുന്നത്, ഈ ഡൈനാസ്റ്റിയുടെ പ്രധാനപ്പെട്ട വർഷങ്ങൾ. സ്ലേവ് ഡൈനാസ്റ്റി അഥവാ അടിമ രാജവംശം. രണ്ടാമത്തത് ഖിൽജി ഡൈനാസ്റ്റി. ഏതാണ്ട് 20 വർഷക്കാലം മാത്രമുള്ള 4 ഭരണാധികാരികൾ മാത്രമുള്ള ഡൈനാസ്റ്റിയാണ് എന്ത് ചെയ്യുന്നത്, ജലാലുദ്ദീൻ ഖിൽജി, അലാവുദ്ദീൻ ഖിൽജി. അതിനുശേഷം വന്ന 2 ചെറിയ ഭരണാധികാരികളും കൂടെ കൂട്ടി ഏതാണ്ട് 30 വർഷങ്ങളാണ് ആ ഡൈനാസ്റ്റിക്ക് ഇവിടെ ആകെ ഉണ്ടായിരുന്നത്. മൂന്നാമത്തെ ഡൈനാസ്റ്റി തുഗ്ലക് ഡൈനാസ്റ്റിയാണ്. ഓക്കെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. 1320 മുതൽ 1414 വരെയാണ് കാലഘട്ടം. അറിയപ്പെടുന്നത് 3 പ്രധാനപ്പെട്ട രാജാക്കന്മാരെയാണ് അറിയപ്പെടുന്നത്. ഗിയാസുദ്ദീൻ തുഗ്ലക്കിനെ പറയും, മുഹമ്മദ് ബിൻ തുഗ്ലക്ക്,
പിന്നെ ജലാലുദ്ദീൻ തുഗ്ലക്ക്, മുഹമ്മദ് ബിൻ തുഗ്ലക്ക്, പിന്നെ ഫിറോസ് ഷാ തുഗ്ലക്ക്, അങ്ങനെ പറയുന്ന 3 നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ബുദ്ധിമാനായ വിഡ്ഢി എന്നൊക്കെ വിളിപ്പേരുണ്ടായിരുന്ന തുഗ്ലക്ക് ഡൈനാസ്റ്റിനെ പറ്റി. പിന്നെ അധികം വലിയ ശ്രദ്ധയൊന്നും ചെലുത്താത്ത, എന്നാൽ വളരെ തുച്ഛമായ വർഷങ്ങൾ മാത്രം ഭരിച്ച് പോയ ഒരു 14 മുതൽ 51 വരെ ഭരിച്ച ഒരു സെയ്ദ് ഡൈനാസ്റ്റി, ചെറിയൊരു ഡൈനാസ്റ്റിയാണ്. പിന്നെ ലോധി ഡൈനാസ്റ്റി, പ്രബലമായ ഡൈനാസ്റ്റികളിലൊന്നായ 1451, ഏതാണ്ട് 100 വർഷക്കാലത്തിനടുത്ത് ഭരണം, ഏതാണ്ട് 70-80 വർഷക്കാലത്തിനടുത്ത് ഭരണം നടത്തിയിരുന്ന ലോധി ഡൈനാസ്റ്റി. ഇങ്ങനെ ഈ 5 ഡൈനാസ്റ്റികളാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് പ്രധാനമായിട്ട് സുൽത്താനേറ്റ് കാലഘട്ടവുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ വേണ്ടി ഉള്ളത്. 1206 മുതൽ 1526 വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്ന കാലഘട്ടം, അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റ് നിലനിന്നിരുന്നത് 1206 മുതൽ 1526 വരെ 5 ഡൈനാസ്റ്റികളിലായിട്ടാണ്. ഒന്ന് 1206 to 1290 സ്ലേവ് ഡൈനാസ്റ്റി അഥവാ അടിമ രാജവംശം, 1290 മുതൽ 30 വരെയുള്ള ഖിൽജി രാജവംശം, 1320 മുതൽ 1414 വരെയുള്ള തുഗ്ലക്ക് ഡൈനാസ്റ്റി, 1414 മുതൽ 1451 വരെയുള്ള സെയ്ദ് ഡൈനാസ്റ്റി, 1451 മുതൽ 1526 വരെയുള്ള ലോധി ഡൈനാസ്റ്റി. ഈ പ്രധാനപ്പെട്ട 5 ഡൈനാസ്റ്റികളാണ് സുൽത്താനേറ്റ് കാലഘട്ടത്തിനകത്ത് നമുക്ക് ഏറ്റവും പ്രധാനം. ഈ 1526 ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, 1-ാം പാനിപ്പട്ട് യുദ്ധത്തിൽ ആര് അധികാരത്തിലേക്ക് വരുന്നു, ബാബർ അധികാരത്തിലേക്ക് വരുന്നതോടുകൂടി പുതിയൊരു വംശം, അതായത് ഒരു മുഗൾ സാമ്രാജ്യം എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം ഇവിടെ സ്ഥാപിക്കുകയും ചെയ്യുകയാണ്. ബാബർ വന്നത് വേറൊരു സ്ഥലത്തു നിന്നാണ്, അഫ്ഗാനിൽ നിന്നിട്ട് വന്ന ആളാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് മുഗൾ രാജവംശവുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കാനും കൂടിയിട്ടുണ്ട്. ഇതൊക്കെയാണ്, അല്ലെങ്കിൽ 1526, ഇതാണ് മധ്യകാല ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്ന മേഖലയാണ് ഈ പറയുന്ന 5 എന്ത് ചെയ്യുന്നത് ഡൈനാസ്റ്റികൾ. അടിമ രാജവംശം, ഖിൽജി രാജവംശം, തുഗ്ലക്ക് രാജവംശം, സെയ്ദ് രാജവംശം, ലോധി രാജവംശം, ഇങ്ങനെ ഈ 5 രാജവംശങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ഈ രാജവംശങ്ങളുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് വിവിധ തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതിനകത്ത് വലിയ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ഒരു സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിനകത്ത് പേരുകളാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഗിയാസുദ്ദീൻ ബാൽബൻ, നസറുദ്ദീൻ ഷാ തുഗ്ലക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറേ പേരുകളുണ്ട്. പിന്നെ പേരുകൾക്ക് പുറമേ പലതരത്തിലുള്ള എനിക്കിത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയ കാര്യങ്ങളാണ്. കുറേ സഞ്ചാരികൾ വരാറുണ്ട് ഈ സമയത്ത്. ഇവരെ പറ്റി വിവരിക്കാൻ വേണ്ടിയിട്ട് അമീർ ഖുസ്രുവിനെ പോലെയുള്ള ആളുകൾ, സഞ്ചാരിയല്ലാതെ അദ്ദേഹം ആ രാജധാനിയിൽ ഉണ്ടായിരുന്ന ആളാണ്. അങ്ങനെ പറയുന്ന കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയ നെയിംസ് ഉണ്ട്. പിന്നെ സുൽത്താനേറ്റ് കാലഘട്ടത്തിലെ ഒഫീഷ്യൽ ലാംഗ്വേജ് തന്നെ പേർഷ്യൻ ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള പേർഷ്യൻ നെയിംസുകൾ, അങ്ങനത്തുള്ള കുറച്ച് കാര്യങ്ങൾ പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. പേർഷ്യൻ നെയിംസ് എന്ന് വെച്ചാൽ ഈ വ്യക്തികളുടെ പേരുകൾ, ഈ വ്യക്തികൾ ഈ സമയത്തുണ്ടായിരുന്ന കുറച്ച്, ഇപ്പം അമീർ ഖുസ്രുവിനെ പറ്റിയിട്ട് പലപ്പോഴും പല ചോദ്യങ്ങൾ, ഇന്ത്യയുടെ തത്ത എന്നറിയപ്പെടാറുള്ളത്, അലാവുദ്ദീൻ്റെ പൊയറ്റായിരുന്നു, ഉറുദുവിൽ അദ്ദേഹം ഭയങ്കര, പിന്നെ ഫിർദൗസിയെ പോലെയുള്ള ആളുകൾ ആ രാജധാനിയിലുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ ലെയിൻ പോള്, പിന്നെ ബാൽബനെ പറ്റി പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ പറ്റി നമുക്ക് ചോദിക്കാറുണ്ട്. പിന്നെ കുത്തബ് മിനാർ പണിഞ്ഞത് എന്നാണ് പണിഞ്ഞത്, പണി തുടങ്ങിയതാര്, പണി അവസാനിപ്പിച്ചതാര്, അത് ആരുടെ സ്മരണാർത്ഥമാണ് പണിയിച്ചത്. പിന്നെ കുത്തബ് മിനാർ പണിഞ്ഞത് യഥാർത്ഥത്തിൽ ഏത് കാലഘട്ട സമയത്താണ്, നമ്മളുടെ ഈ പിന്നെ അടിമ രാജവംശ ഘട്ടത്തിലാണ്. പക്ഷെ കുത്തബ് മിനാറിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന അലൈ ദർവാസയെ പണിഞ്ഞത് ഖിൽജി ആയിരുന്നു. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിനകത്ത്, കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇതിനകത്ത് സാധാരണ ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഈ 5 ഡൈനാസ്റ്റികൾ നമ്മൾ നന്നായി പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, വളരെ എളുപ്പത്തിൽ ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യാനും വളരെ എളുപ്പത്തിൽ നമുക്ക് ചോദ്യങ്ങളുമായി മുമ്പിലേക്ക് പോകാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ തുടർന്ന് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നമുക്ക് ഇതിനകത്ത് ഓരോ ഡൈനാസ്റ്റികളായിട്ട് പഠിക്കുകയും ഈ ഡൈനാസ്റ്റികളിൽ നിന്നിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന ക്ലാസ്സുകളിനകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യുകയും ആ ചോദ്യങ്ങളിനകത്തു നമ്മൾ ഉത്തരം കണ്ടെത്തി കൂടുതൽ എന്ത് ചെയ്യുക, നമ്മൾ നോളജ് അക്വയർ ചെയ്ത് പരീക്ഷയെ അഭിമുഖീകരിക്കാനായി വളരെ തയ്യാറായി നിൽക്കുകയും ചെയ്യണം എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.